ഒരു 10% കുട്ടികളും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. എന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഫ്രീ മാർക്ക് കിട്ടുക. അത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ കൂടി 5 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. സോ ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം മാർക്കറ്റ്. സോ മക്കളെ, നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന നീറ്റ് എക്സാമിന്റെ ഡേറ്റ് ആണ്. സോ നമ്മൾ എക്സാം ഹോളിലേക്ക് പോവാണ്. എക്സാം ഹോളിൽ പാലിക്കേണ്ട കൃത്യമായ ഇൻസ്ട്രക്ഷൻസ്, ബാർഡ് ഐറ്റംസ്, ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും എന്നറിയാം. ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക മക്കളെ. നമുക്കറിയാം, ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ആണുള്ളത്. 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ബബിൾ ചെയ്യുക. ആൻഡ് 4 മാർക്കാണ് ഒരു ചോദ്യത്തിന് നമുക്ക് കിട്ടുക. ഒരു ആൻസറിന്, ഒരു കറക്റ്റ് ആൻസറിന് നമുക്ക് കിട്ടുന്നത് 4 മാർക്കാണ്. ആൻഡ് നെഗറ്റീവ് മാർക്ക് 1 ആണ്. ഇത്രയും കാര്യങ്ങൾ അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മക്കളെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അൺആൻസേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന് 0 മാർക്സ് ആയിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ 4 മാർക്ക് നഷ്ടപ്പെടും. ആൻഡ് ഒരു ചോദ്യം നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ 5 മാർക്ക് ആയിരിക്കും നഷ്ടപ്പെടുക. ക്വസ്റ്റിന്റെ 4 മാർക്ക് പ്ലസ് നെഗറ്റീവ് മാർക്ക് 1 കൂടെ ചേർത്ത് 5 മാർക്ക് നഷ്ടപ്പെടും. ഇനി ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാൽ, കഴിഞ്ഞ വർഷത്തെ 2025 കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൽ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം കറക്റ്റ് ആണ്. അതായത് 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ എന്താണ് ബബിൾ ചെയ്യുക? ഇപ്പൊ 2 ഓപ്ഷൻസ്, ഇതൊരു ക്വസ്റ്റ്യൻ നമ്പർ 40 ആണെന്ന് കരുതുക. ഇതിന്റെ 2 ഓപ്ഷൻസ് കറക്റ്റാ. ഏതൊക്കെ കറക്റ്റ് ആണ്? 1ഉം ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ്. ആൻഡ് 1 കൂടാതെ 2ഉം കേട്ടോ. 1ഉം 2ഉം ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. 1ഉം 2ഉം ആണ്. മിനിമം കണ്ടക്ടൻസ് കാണിക്കുന്നത് ഏതാണെന്നാണ്. ഇതൊരു റിപ്പീറ്റഡ് ടോപ്പിക് ആണ്, കെമിസ്ട്രിയിൽ നിന്നുള്ള റിപ്പീറ്റഡ് ടോപ്പിക് ആണ് മക്കളെ. 1ഉം 2ഉം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1 മാത്രം ബബിൾ ചെയ്യാം. ഓക്കെ, 1 ബബിൾ ചെയ്യുന്നവർക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. ആൻഡ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2ഉം റൈറ്റ് ആൻസർ ആണ്. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ബി ബബിൾ ചെയ്യാം. ആ ബി ബബിൾ ചെയ്യുന്ന ആൾക്കാർക്കും എത്ര മാർക്ക് കിട്ടി? 4 മാർക്സ് കിട്ടി. അപ്പൊ എ ബബിൾ ചെയ്താലും 4 മാർക്സ് കിട്ടും, ബി ബബിൾ ചെയ്താലും 4 മാർക്സ് കിട്ടും. ഇനി ചില കുട്ടികൾക്ക് മനസ്സിലായി, ഇതിന്റെ 2 ഓപ്ഷനും കറക്റ്റാ. ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. എന്നാ പിന്നെ ഞാൻ 2ഉം എഴുതി വെച്ചേക്കാം. 2ഉം കറക്റ്റ് ആണല്ലോ, 2ഉം ബബിൾ ചെയ്തേക്കാന്ന് കരുതി. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് 5 മാർക്കാണ് നഷ്ടപ്പെടുക. അതായത് നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ ശരിയാ, ഓപ്ഷൻ എയും കറക്റ്റാ, ഓപ്ഷൻ ബിയും കറക്റ്റാ അല്ലെ? ഈ ഒരു ചോദ്യം നോക്കുകയാണെങ്കിൽ 2ഉം ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സാ. പക്ഷേ 2ഉം കൂടി സെലക്ട് ചെയ്താൽ ആ ആൻസർ ശരിയാണെങ്കിൽ പോലും 5 മാർക്കായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുക. സോ ഒരിക്കലും നിങ്ങൾ 2 ഓപ്ഷൻസ് പിക്ക് ചെയ്യരുത്. ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരാം. 25ൽ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനത്തെ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അപ്പൊ either A or B, കറക്റ്റ് ഏതാണോ അതിലൊന്ന് മാത്രം സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അത് റീഡ് ചെയ്യപ്പെടത്തില്ല. റെഡി? അപ്പൊ ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വന്നാൽ അതിലേതെങ്കിലും ഒന്ന് മാത്രം ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് അതിനുള്ളിൽ മാത്രം ബബിൾ ചെയ്യുക. ടിക്ക് മാർക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ പാർഷ്യൽ ബബിളിംഗ് പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് വൃത്തിക്ക് ബബിൾ ചെയ്താൽ മാത്രമേ അത് റീഡ് ചെയ്യപ്പെടത്തുള്ളൂ. യെസ്. ആൻഡ് ഇനി പറയാനുള്ള കാര്യം മക്കളെ, ഇനി എല്ലാ ഓപ്ഷൻസും കറക്റ്റാ. 4 ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് വരികയാണ്. നമ്മൾ പോസിബിലിറ്റി പറയാണ്, NTA പറയുന്ന നിർദ്ദേശങ്ങളിലുള്ള സാധ്യത പറയുകയാണ്. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് വന്നാൽ ആൻസർ പിക്ക് ചെയ്യുന്ന, അതായത് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അതിന്റെ സ്കോർ കിട്ടുക. ക്ലിയർ ആണല്ലോ? എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് വന്നാൽ അത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും മാർക്ക് കിട്ടുക. ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു എറർ ഉണ്ട്. കാരണം എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. അപ്പൊ എറർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വിട്ടേക്കാം, നമുക്കത് അറ്റൻഡ് ചെയ്യേണ്ട എന്ന് കരുതി വിട്ടുകളരുത്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ബബിൾ ചെയ്തേക്കാം. എ ബബിൾ ചെയ്യാം, ബി ബബിൾ ചെയ്യാം, സി ചെയ്യാം, ഡി ചെയ്യാം, ഏതെങ്കിലും ഒന്ന്. കാരണം എല്ലാം കറക്റ്റ് ആണ്, എല്ലാ ഓപ്ഷൻസും ശരിയാണ്. സോ ഏതെങ്കിലും ഒന്ന് അതിൽ ബബിൾ ചെയ്യാം. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ക്വസ്റ്റ്യനിൽ എന്തോ പാകപ്പെടേണ്ടത് മനസ്സിലായി, എറർ ഉണ്ട്. ബട്ട് അതുകൊണ്ടാണ് എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് വന്നത്. ബട്ട് അറ്റൻഡ് ചെയ്യാതെ വിടരുത്. അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫ്രീ മാർക്ക് കിട്ടത്തുള്ളൂ. റെഡി? ആൻഡ് ഇനി പറയാണ്, ഓരോ ഓപ്ഷൻസും കറക്റ്റ് അല്ല.
ഓക്കെ, നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നു, ആ ചോദ്യത്തിൽ എയും കറക്റ്റ് അല്ല, ബിയും കറക്റ്റ് അല്ല, സിയും കറക്റ്റ് അല്ല, ഡിയും കറക്റ്റ് അല്ല, അതിന്റെ ആൻസർ ആ ഓപ്ഷൻസിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അതിന്റെ മാർക്ക് കിട്ടും. എന്നാൽ എല്ലാ ഓപ്ഷൻസും ശരിയാണ്, എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ്, ഡിയും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ബബിൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് സ്കോർ കിട്ടത്തുള്ളൂ. അത് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ സ്കോർ കിട്ടത്തുള്ളൂ. എന്നാൽ എല്ലാം തെറ്റാണ്, എയും കറക്റ്റ് അല്ല, ബിയും കറക്റ്റ് അല്ല, സിയും കറക്റ്റ് അല്ല, ഡിയും കറക്റ്റ് അല്ലെങ്കിൽ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് NTA നൽകും. പിന്നെ നിങ്ങൾ NCERT ഫോളോ ചെയ്യുമ്പോൾ ന്യൂ NCERT തന്നെ ഫോളോ ചെയ്യുക. മക്കളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ഗൈഡും NCERT ടെക്സ്റ്റ് ബുക്കും കാണും. NCERTയിലെ ആൻസർ ആണ് NTA ഫൈനൽ ആൻസർ. സോ NCERT ഫോക്കസ് ചെയ്തിട്ടുള്ള ആൻസർ ഏതാണോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് പിക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ആ ആൻസറിനോട് ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ തരും. നല്ല വൃത്തിക്ക് വായിച്ചു നോക്കുക. ഒരു 10 സെക്കൻഡ് ബബ്ലിങ്ങിന് യൂസ് ചെയ്യുക. ബാക്കി മാക്സിമം സമയം പെട്ടെന്ന് തന്നെ ബബിൾ ചെയ്ത് ബാക്കി മാക്സിമം സമയം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും ആൻസർ കണ്ടെത്താനും ഒക്കെ ആവശ്യമാണ്. സോ ഏറ്റവും മനോഹരമായിട്ട് നീറ്റ് എക്സാം എഴുതിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഈ വർഷം തന്നെ ഡോക്ടർ ആവാം, ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.